നെഞ്ചുപൊരുതുന്ന കാഴ്ച. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ ജവഹർ തായങ്കരി ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ശ്രീ ഗണേശ് സെന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബ്ബ് കൊല്ലംകാര് തുഴഞ്ഞ് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. ശ്രീ ഗണേശ് ആണോ ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ ആദ്യമായി നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ച പഴയ പായ്പാടൻ ശ്രീ ഗണേശ് രണ്ടാമത്തെ ട്രാക്കിലൂടെ കുതിച്ചു വരുമ്പോൾ ജവഹർ തായങ്കരി 1977-ലും 78-ലും 85-ലും 2010-ലും നെഹ്റു ട്രോഫി നേടിയ ജവഹർ തായങ്കരി കടന്നു വരുന്നു. ജവഹർ തായങ്കരിയാണോ ശ്രീ ഗണേശ് ആണോ? ഇഞ്ചോടിഞ്ഞുള്ള ഒരു പോരാട്ടം. ഇത്രയും നേരം ആളുകൾ ക്ഷമിച്ചതും സഹിച്ചതും വെറുതെയായില്ല. കാരണം ഇത്ര മനോഹരമായ ഒരു പ്രകടനത്തിന് വേണ്ടിയാണല്ലോ അവർ കാത്തുനിന്നത്. അത്ര ഉജ്ജ്വലമായ ഒരു പ്രകടനമായിരുന്നു രണ്ട് കളിവള്ളങ്ങൾ. ശ്രീ ഗണേശ് രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. അതുപോലെ ജവഹർ തായങ്കരിയും ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. ശ്രീ ഗണേശ് ആണോ ജവഹർ തായങ്കരിയാണോ? ഇഞ്ചോടിഞ്ഞുള്ള ഒരു പോരാട്ടം, വളരെ ശക്തമായ പോരാട്ടം. അതേ ശ്രീ ഗണേശും ജവഹർ തായങ്കരിയും ഒന്നാം നമ്പർ വള്ളം. ഇതാ ജവഹർ കുതിച്ചു വായുന്നു. ശ്രീ ഗണേശ് ആണോ ഒന്നാം, അതോ ജവഹർ തായങ്കരിയാണോ? തീർച്ചയായും ഇനിയും വ്യക്തത കൈവരിക്കേണ്ടിയിരിക്കുന്നു. വളരെ ശക്തമായ ഒരു പഠനമായിരുന്നു. വളരെ ശക്തമായ ഒരു പഠനത്തിലാണ് കുമരകംകാരായ ജവഹർ തായങ്കരിയിൽ തുഴഞ്ഞ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുകാരും. ഇതാ വീണ്ടും കാണാം ശ്രീ ഗണേശ് മൂന്നാം നമ്പർ വള്ളം. ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ച കൊല്ലംകാരുടെ വള്ളം സെയിന്റ് ഫ്രാൻസിസ് ബോട്ട് ക്ലബിന്റെ ശ്രീ ഗണേശ് മൂന്നാം നമ്പർ വള്ളം. ഒന്നാം നമ്പർ വള്ളം ജവഹർ തായങ്കരി. ഇതാ രണ്ട് വള്ളങ്ങളും ഇപ്പോൾ ശ്രീ ഗണേശ് മുമ്പിൽ, അല്ല ജവഹർ തായങ്കരി തുല്യത പാലിച്ചുകൊണ്ട് തീർച്ചയായും ശ്രീ ഗണേശ്